നമസ്കാരം. ഇന്ത്യയും യു എസും തമ്മിലുള്ള ഭിന്നത അതേപടി തന്നെ തുടരുകയാണ്. റഷ്യയുമായി ബന്ധപ്പെട്ട വ്യാപാര ബന്ധത്തെ ചൊല്ലിയാണ് ഇന്ത്യയോട് അമേരിക്കയ്ക്ക് അനിഷ്ടം ഏറിയത്. ഇത് ട്രംപ് പരസ്യമാക്കിയെങ്കിലും ഇതിനെയൊന്നും ഇന്ത്യ മുഖവിലേക്കെടുക്കാതെ മുന്നോട്ട് പോവുക തന്നെയായിരുന്നു. യു എസിൻ്റെ ആക്ഷേപങ്ങൾക്ക് ഇന്ത്യ നൽകിയ മറുപടിയിൽ ഡൊണാൾഡ് ട്രംപ് പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ വിഷയത്തിൽ യു എസിൻ്റെ ഇരട്ടത്താപ്പിനെ ചോദ്യം ചെയ്തുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം കൃത്യമായി തന്നെ മറുചോദ്യങ്ങളുമായി രംഗത്ത് വന്നത്. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് നിർത്താൻ ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കുന്നതിനിടയിലും അമേരിക്ക അവരിൽ നിന്ന് യുറേനിയം, ഹെക്സാഫ്ലൂറൈഡ്, രാസവളങ്ങൾ, മറ്റ് രാസവസ്തുക്കൾ എന്നിവ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് ഇന്ത്യ ഉന്നയിച്ച വിഷയങ്ങളിൽ വിവാദവും തുടരുന്നതിനിടെയാണ് ട്രംപ് അവിടെയും ഇവിടെയും തൊടാതെയുള്ള ഒഴുക്കൻ മറുപടി നൽകി തലയൂരാൻ ശ്രമിക്കുന്നത്. ചുരുക്കത്തിൽ പറഞ്ഞാൽ ട്രംപിൻ്റെയൊക്കെ വാ അടഞ്ഞ അവസ്ഥയാണിപ്പോൾ. ANI ഉന്നയിച്ച ചോദ്യത്തിന് മറുപടിയായി ട്രംപ് പറഞ്ഞത് എനിക്കിതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാനുണ്ട്, അതിനുശേഷം പ്രതികരിക്കാം എന്നായിരുന്നു. റഷ്യയുമായി അമേരിക്ക വ്യാപാരം നടത്തുന്നുണ്ട് എന്ന് ആരോപിച്ചുകൊണ്ട് ട്രംപിൻ്റെ തീരുവ ഭീഷണികളോട് ഇന്ത്യ അതേ ഭാഷയിൽ പ്രതികരിച്ചതിന് ശേഷമാണ് US പ്രസിഡന്റിൻ്റെ ഈയൊരു മറുപടി. ഇന്ത്യയുടെ ഇറക്കുമതി വിപണി ആവശ്യങ്ങളെയും ഊർജ്ജ സുരക്ഷയെയും അടിസ്ഥാനമാക്കിയുള്ളതാണെന്ന് വിദേശകാര്യ മന്ത്രാലയം പങ്കുവച്ച പ്രസ്താവനയിൽ വ്യക്തമാക്കിയിരുന്നു. റഷ്യ യുക്രൈൻ യുദ്ധത്തെ തുടർന്ന് പാശ്ചാത്യ രാജ്യങ്ങൾ പരമ്പരാഗത വിതരണങ്ങൾ യൂറോപ്പിലേക്ക് വഴിതിരിച്ചുവിട്ട ശേഷമാണ് ഇന്ത്യ റഷ്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യാൻ തുടങ്ങിയതെന്നും വിദേശകാര്യ മന്ത്രാലയം കൃത്യമായി മറുപടി പറയുന്നുണ്ട്. റഷ്യൻ എണ്ണ വാങ്ങിക്കുന്നത് തുടർന്നാൽ ഇന്ത്യക്ക് മേൽ ചുമത്തിയിട്ടുള്ള തീരുവ വീണ്ടും വർദ്ധിപ്പിക്കുമെന്നായിരുന്നു ട്രംപിൻ്റെ ഭീഷണി. ഈ വിഷയത്തിൽ ഇന്ത്യക്ക് പിന്തുണയുമായി റഷ്യൻ ഭരണകൂടത്തിൻ്റെ വക്താവ് ദിമിത്രി പെസ്കോവ് തന്നെ രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു. റഷ്യയുമായുള്ള വ്യാപാരം നിർത്താൻ രാജ്യങ്ങളെ നിർബന്ധിക്കുന്നത് നിയമവിരുദ്ധമാണെന്നും മോസ്കോയ്ക്കും ഇന്ത്യക്കും എതിരായ ഇത്തരം ഭീഷണികൾ വിലപ്പോകില്ല എന്നും അദ്ദേഹം പറയുകയായിരുന്നു. രാജ്യങ്ങൾക്ക് സ്വന്തം വ്യാപാര പങ്കാളികളെ തിരഞ്ഞെടുക്കാൻ അവകാശമുണ്ട്. സ്വന്തം രാജ്യത്തിൻ്റെ താൽപ്പര്യങ്ങൾക്കനുസരിച്ച് ഇഷ്ടമുള്ള രാജ്യങ്ങളുമായി വ്യാപാര സാമ്പത്തിക സഹകരണത്തിൽ ഏർപ്പെടാനാകുന്നതുമാണ്. റഷ്യൻ എണ്ണ വാങ്ങരുത് എന്ന് രാജ്യങ്ങളെ സമ്മർദ്ദം ചെലുത്തുന്നത് ഭീഷണിയായി തന്നെ കാണേണ്ടി വരും. ഇത്തരം ഭീഷണികൾ നിയമപരമല്ല എന്നും ദിമിത്രി പെസ്കോവ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. റഷ്യയിൽ നിന്ന് എണ്ണയും മറ്റ് സൈനിക ഉൽപ്പന്നങ്ങളും വാങ്ങിക്കുന്നത് ഇന്ത്യ നിർത്തണമെന്നായിരുന്നു ട്രംപിൻ്റെ കടുംപിടുത്തം. ഇന്ത്യ വൻതോതിൽ എണ്ണ വാങ്ങിച്ച് അമിത വിലയ്ക്ക് ഓപ്പൺ മാർക്കറ്റിൽ വിൽക്കുന്നു എന്നായിരുന്നു ട്രംപിൻ്റെ ആരോപണം. യുക്രൈനിൽ കൊല്ലപ്പെടുന്ന ആളുകളെക്കുറിച്ച് ഇന്ത്യക്ക് യാതൊരു ആശങ്കയുമില്ല എന്നും ട്രംപ് തൻ്റെ സോഷ്യൽ മീഡിയ പേജിൽ കുറിക്കുകയായിരുന്നു. ഇതിനൊപ്പമാണ് ഇന്ത്യക്ക് അധിക തീരുവ ചുമത്തുമെന്ന ഭീഷണിയും നൽകിയത്. എന്നാൽ US ഭീഷണിക്ക് വഴങ്ങേണ്ടതില്ല എന്ന നിലപാടാണ് ഇന്ത്യ ആദ്യം മുതൽ തന്നെ സ്വീകരിച്ചിരുന്നത്. മാത്രമല്ല, റഷ്യൻ എണ്ണ ഇറക്കുമതിക്ക് ഇതുവരെയും നിരോധനമോ മറ്റ് നടപടികളോ ഇന്ത്യ ഏർപ്പെടുത്തിയിട്ടുമില്ല. ഇതോടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര കരാറും നീണ്ടുപോവുകയാണ്. US നിന്ന് തന്നെ ട്രംപിൻ്റെ നടപടിക്ക് എതിർപ്പും ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നു എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം. ചൈനയ്ക്ക് ഇളവ് നൽകിയിട്ട് US ഏറ്റവും ശക്തമായ കൂട്ടാളികളായ ഇന്ത്യയുമായുള്ള ബന്ധം നശിപ്പിക്കരുത് എന്നായിരുന്നു റിപ്പബ്ലിക്കൻ നേതാവ് കൂടിയായ നിക്കി ഹാലി കുറിച്ചത്. മാത്രമല്ല, 25% അധിക തീരുവ ചുമത്തിയ പാകിസ്ഥാന് പിന്നീട് 10% കുറച്ചു നൽകിയതും ആ ഒരു നടപടിയും വിവാദമായിട്ടുണ്ട്. ചൈനയ്ക്ക് 90 ദിവസത്തെ തീരുവ ഇളവ് നൽകിയതുൾപ്പെടെ ചൂണ്ടിക്കാട്ടിയായിരുന്നു ഹാലിയുടെ പ്രതികരണം. എന്തായാലും ട്രംപിൻ്റെ ഓരോ നീക്കങ്ങളും ഇപ്പോൾ സസൂക്ഷ്മം ലോകം നിരീക്ഷിക്കുകയാണ്. ഇന്ത്യ പോലുള്ള വലിയ ഒരു രാജ്യത്തെ പിണക്കി ട്രംപിന് എത്ര കാലം മുന്നോട്ട് പോകാനാകുമെന്ന ചോദ്യങ്ങളും ഉയർന്നു കഴിഞ്ഞു.